ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാ പീത സകൃദപി യേന മുരാരി സമർച്ച ക്രിയതേ തേന യമേന ന ചർച്ച. എന്താണ് അർത്ഥം? ഭഗവത്ഗീത കിഞ്ചിത് അധീത. ഒരല്പം മാത്രം ഭഗവത്ഗീത പഠിക്കുവാൻ സാധിക്കുമോ? ഭഗവാന്റെ മുഖത്ത് നിന്ന് ഒഴുകി വന്നിരിക്കുന്ന ആ തത്വങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ? അല്പമാത്രം. ഗംഗാജല ലവകണികാ പീത. ഗംഗാജലത്തിന്റെ ഒരല്പം പാനം ചെയ്യുവാൻ സാധിക്കുമോ? സകൃതപീന മുരാരി സമർച്ച. ആ മുരാരിയെ, ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലെങ്കിലും നമസ്കരിക്കുവാൻ, അർച്ചിക്കുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ടോ? എന്നാൽ യമനുമായിട്ടുള്ള സംവാദം ഉണ്ടാകുകയില്ല. വൈകുണ്ഠം തന്നെ ലഭിക്കും എന്നാണ്. എപ്പോൾ ലഭിക്കും? തൻ്റെ അഹംബോധം മാഞ്ഞു പോകുമ്പോൾ. അഹംബോധം മാഞ്ഞു പോകുവാൻ വേണ്ടി തന്നെയാണ് എല്ലാ സത്സംഗങ്ങളും. ഭഗവത്ഗീതയുടെ ലക്ഷ്യവും അതാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സ്നേഹത്തിന് മുമ്പിൽ വിനീതമായ നമസ്കാരം. ഭക്തജനങ്ങളുടെ എല്ലാം ആഗ്രഹപ്രകാരമാണ് ഈ ഒരു ക്ലാസ്സും അവതരിപ്പിക്കുന്നത്. കഴിയുന്നത് പോലെ ചെയ്യാം. അറിവ് വളരെ പരിമിതമാണ്. സമുദ്രതീരത്ത് നാം ഒരു പാത്രം കൊണ്ടുപോയി അതിൽ ജലം കോരിയെടുക്കാമെന്ന് വയ്ക്കുക. നമ്മുടെ ആ കയ്യിലിരിക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ചേ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുള്ളൂ. അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ബുദ്ധിയിൽ എന്താണോ ഉൾക്കൊള്ളുന്നത് അത് ആണ് നമുക്ക് പകർന്നു തരുവാൻ സാധിക്കുന്നത്. അറിവ് സാഗരമാണ്. ഒരിക്കലും പഠിച്ചു തീരുന്നില്ല. ഈ ശാസ്ത്രങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്ന് നോക്കുവാനേ സാധ്യമായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. എങ്കിലും ഭക്തജനങ്ങൾക്ക് ഇഷ്ടമാകും വിധം ഇത് പകർന്നു തരാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ക്ലാസ്സിനെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൊന്നു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ശ്രീമദ് ഭഗവത്ഗീതയാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. ആദ്യം നമുക്ക് ഗീതയുടെ മാഹാത്മ്യം നോക്കാം. ലോകത്തില് ഒരു ഗ്രന്ഥത്തിനുമില്ലാത്ത മാഹാത്മ്യം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത്. പ്രമാണമായും സനാതന ധർമ്മത്തിന്റെ ആ ഒരു അടിസ്ഥാനമായി നിൽക്കുന്നത് പ്രസ്ഥാനത്രയം ആണ് എന്ന് പറയും. പ്രസ്ഥാനം എന്നാൽ വേദാന്തത്തില് നമുക്ക് ഗുരുപരമ്പരയായി ഉപദേശിച്ച് കിട്ടിയിട്ടുള്ള സതുപദേശങ്ങളെയാണ് വിളിക്കുക. വേദാന്തത്തിന് 3 പ്രസ്ഥാനങ്ങളുണ്ട് എന്നാണ് പറയുക. ശ്രൗത പ്രസ്ഥാനം, ശ്രുതി, വേദാന്തമായ ഉപനിഷത്തുകൾ ചേർന്നതാണ് ഈ പ്രസ്ഥാനം. അത് ശ്രുതി എന്നാൽ വേദം. 10 ഉപനിഷത്തുകളാണ് ശ്രേഷ്ഠമായിട്ട് ആചാര്യസ്വാമികൾ പകർന്നു തന്നിരിക്കുന്നത്. ഈശകേന കഠപ്രശ്ന മുണ്ട മാണ്ഡൂക്യ തൈത്തിരിഹി ഐതിരേയം ച ഛാന്തോഗ്യം ബൃഹദാരണ്യകം തഥാ എന്നാണ്. ഈശ കേന കഠ പ്രശ്ന മുണ്ട മാണ്ഡൂക്യ തൈത്തിരി ഐതരേയം ഛാന്തോഗ്യം ബൃഹദാരണ്യകം. അപ്പോൾ ഉപനിഷത്തുകളുടെ ഉപനിഷത്തായിട്ട് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്നതാണ് ഈ ഭഗവത്ഗീത എന്ന് ആചാര്യൻ പറയും. അതുപോലെ സ്മാർത്ത പ്രസ്ഥാനം, സ്മൃതികൾ, ഇതില് ഭഗവത്ഗീതയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ സ്മാർത്ത പ്രസ്ഥാനത്തിൽ എല്ലാ ഉപനിഷത്തുകളുടെയും സാരം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഉപനിഷത്തിന്റെ സ്ഥാനം തന്നെയാണ് ആചാര്യന്മാർ ഇതിന് കൽപ്പിച്ചു തന്നിരിക്കുന്നത്. സമീപത്തിരുന്ന് പഠിക്കുക. ഉപനിഷത്ത് പഠിക്കുക മാത്രമല്ല, ഭഗവാന്റെ സമീപത്ത് വർത്തിക്കുക തന്നെയാണ് ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അതെങ്ങനെ നമുക്ക് സാധ്യമാകും?
ഈ ശാസ്ത്ര പഠനത്തിലൂടെ ഭഗവാനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഭഗവാനിൽ നിന്ന് നമ്മൾ വിട്ടകലുന്നതേയില്ല, അല്ലെ? ആ തത്വങ്ങൾ നമ്മുടെ ഹൃദയത്തിലേറ്റും. പിന്നീട് ദാർശനിക പ്രസ്ഥാനം. അതില് ആചാര്യസ്വാമികള് ഭഗവാന്റെ വേദവ്യാസന്റെ ബ്രഹ്മസൂത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് ആചാര്യൻ പറയും. അപ്പോ വേദം പുരാണം കാവ്യം ച പ്രഭു മിത്രം പ്രിയൈ വചഃ എന്നാണ്. വേദം നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമാണ്. അർത്ഥമറിയണം, പഠിക്കണം. നിൽക്കട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണെങ്കിലും അത് അല്പം ചുരുക്കിയിട്ട് ആജ്ഞാപിക്കുന്ന പോലെയാണ് പറയുന്നത് അത്രേ. എന്താണ് നാം ചെയ്യേണ്ടത്, എന്താണ് നാം ചെയ്യരുതാത്തത് എന്ന് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നതാണ്, നമുക്കുള്ള പ്രമാണമാണ് വേദം. അത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിവില്ല എങ്കിൽ സർവവേദ സാരമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം, അതേപോലെ ഉപനിഷത്തുകളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ പുരാണമാണെങ്കിലോ അത് നമുക്ക് സുഹൃത്ത് പറയുന്നത് പോലെ പറഞ്ഞു തരും. കാവ്യമാണെങ്കിലോ കാവ്യം സുഗേയം കഥ രാഘവീയം. ഇപ്പോൾ നാം പാടിക്കൊണ്ടിരിക്കുന്ന അധ്യാത്മരാമായണം, അത് ധർമ്മപത്നി പറഞ്ഞു കൊടുക്കുന്നത് പോലെ മധുരമായിട്ട് പറയും എന്നാണ്. എന്തായാലും നമുക്ക് ഭഗവത്ഗീത സർവ ഉപനിഷത്തുകളുടെയും സാരമാണ്. ആ ഉപനിഷത്തുകളുടെ സാരമായിരിക്കുന്ന ആ ഗീത പക്ഷേ ഭഗവാന്റെ മുഖത്ത് നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മധുരം തന്നെ ആയിരിക്കും. ഇതിഹാസങ്ങൾ പറയുമല്ലോ, രാമായണവും മഹാഭാരതവും നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളാണ്. അതൊക്കെ തന്നെയാണ് ഈ ആത്മാവിന്റെ ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ജീവിക്കണം എന്നത് കാണിച്ചു തരുന്നുണ്ട്. അതില് മഹാഭാരതത്തില് നമുക്ക് ഈ വർണ്ണിച്ചിരിക്കുന്നതാണല്ലോ ഭഗവത്ഗീത. അപ്പൊ അതിന്റെ ആമുഖം നമുക്കൊന്ന് നോക്കിയാൽ, നായാട്ടിനായിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് കാട്ടിൽ പോയത് നമുക്കറിയാം. ശമീക മഹർഷിയുടെ കഴുത്തില് ചത്ത പാമ്പിനെ എടുത്തിട്ടതറിയാം. കലി ബാധിച്ചു പോയി. ആ ശൃംഗിയുടെ ശാപം ഏറ്റു. ആ ശമീക മഹർഷി ഒരു ശിഷ്യൻ മുഖേനയാണ് രാജാവിനെ ഈ വാർത്ത അറിയിക്കുന്നത് എന്ന് പറയും. അപ്പോ നിന്ദ്യകർമ്മം ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ കിട്ടണം. അങ്ങനെ ആ മുനികുമാരന്റെ ശാപം ഉണ്ടായി. അപ്പൊ ആ പരീക്ഷത്ത് മഹാരാജാവ് തെല്ലും ഭയന്നില്ല. തൻ്റെ ആ ജനമേജയനെ രാജാവായിട്ട് വാഴിച്ചിട്ട് പ്രായോപവേശത്തിനിരുന്നു. 7-ാം നാൾ തക്ഷകനാൽ മൃതി എന്നായിരുന്നു ശാപം. എല്ലാ പേർക്കും അറിയും. അപ്പോൾ ജലപാനം ഇല്ലാണ്ട് അദ്ദേഹം പ്രായോപവേശത്തിനിരുന്നു. പക്ഷേ ശ്രീശുക ബ്രഹ്മത്തിന്റെ മുഖത്ത് നിന്ന് നിർഗളിച്ച ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന് ആ തത്വചിന്ത വളരെ വിജ്ഞാനമാക്കി കൊടുത്തു. അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം വിജ്ഞാനമായി ഭവിച്ചു. അദ്ദേഹം ജീവൻ മുക്തനായി പരിണമിച്ചു. പക്ഷേ മകൻ അച്ഛന്റെ മരണത്തിൽ കുപിതനായി. അങ്ങനെ അദ്ദേഹം തക്ഷകനെ നശിപ്പിക്കുവാൻ വേണ്ടി സർപ്പസത്രം നടത്തുകയാണ്. ആ സമയത്ത് ബൃഹസ്പതി വന്ന് അഭ്യർത്ഥിച്ചതനുസരിച്ച് സത്രം നിർത്തുകയും തത്സമയത്ത് പാണ്ഡവരുടെ ഗുണമഹിമ പ്രശംസിച്ചു കേട്ടു. അത് കേട്ടപ്പോ തൻ്റെ മുത്തച്ഛന്മാരുടെ കഥ കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോ വേദവ്യാസ മഹർഷിയോട് ചോദിക്കൂ എന്ന് ബൃഹസ്പതി നിർദ്ദേശിക്കുന്നു. ഇങ്ങനെ വ്യാസമഹർഷി പറഞ്ഞതനുസരിച്ച് ശിഷ്യനായ വൈശമ്പായനൻ ജനമേജയന് പറഞ്ഞു കൊടുത്ത കഥയാണ് മഹാഭാരതമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 18 പർവങ്ങളാണ് മഹാഭാരതത്തില്. 100,000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അതില് ഭീഷ്മ പർവത്തിലാണ് ഭഗവത്ഗീത ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭീഷ്മപർവം 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. ഇതില് ശരിക്കും നമുക്ക് തരുന്ന ഉപദേശം അല്ലെങ്കിൽ സന്ദേശം നോക്കൂ. അർജുനൻ ഒരു നിമിത്തം മാത്രമാണ്. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. വാസ്തവത്തില് അർജുനനെ നിമിത്തമാക്കിയിട്ട് ലോക ജനതയ്ക്കു മൊത്തം എല്ലാ കാലത്തേക്കുമുള്ള ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. എല്ലാ ഉപനിഷത്തുകളുടെയും സാരം ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട്
ഉപനിഷത്താണ് ഭഗവത്ഗീത എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോ 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ കടഞ്ഞെടുത്ത വെണ്ണയാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന് ആചാര്യന്മാർ പറയും. ആരാ കടഞ്ഞത്? വേദവ്യാസ മഹർഷി ആ മഹാഭാരതത്തിൽ മഥനം ചെയ്ത് നമുക്ക് ഈ വെണ്ണ തന്നിരിക്കുന്നു. ഗീത, രാമകൃഷ്ണ പരമഹംസർ പറയുമത്രേ, ഗീത 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 എന്ന് നാം 10 പ്രാവശ്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ത്യാഗി 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 എന്ന് ആയി തോന്നും. രാമായണത്തിന്റെ പറഞ്ഞതുപോലെ തന്നെ ത്യാഗമാണ് ഭഗവത്ഗീതയുടെയും സന്ദേശം. അത് പല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഏതും നമ്മുടെ മനസ്സൊന്നിൽ വട്ടാതെ ഇതം ന മമ എന്നുള്ള ആ ഒരു ഭാവത്തെ അവലംബിക്കുവാൻ, അങ്ങനെ ആത്മശാന്തി നേടുവാൻ, വിജ്ഞാനം നേടുവാൻ തന്നെയാണ് ഉപദേശങ്ങളെല്ലാം. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് പ്രധാനമായും 2 കാര്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. സമാധാനത്തിന് തന്നെ അത് പറയും, മാ ശുച, ഒരിക്കലും ദുഃഖിക്കരുത്. ദുഃഖിക്കാതിരിക്കുമോ? ആരെങ്കിലും ദുഃഖിക്കാതിരിക്കുമോ? ദുഃഖം വരും. അപ്പൊ ആ ദുഃഖത്തെ എങ്ങനെ ഉൾക്കൊള്ളും? ദുഃഖം പല രീതിയിൽ വരും. നാം എപ്പോഴും പറയുന്ന താപത്രയങ്ങൾ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ, അല്ലെ? അങ്ങനെ ദുഃഖമുണ്ട്. പക്ഷെ ദുഃഖ കാരണമായിട്ട് കർമ്മത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട്, കർമ്മം എന്ന് പറയുമ്പോൾ യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം തഥാ പുരാകൃതം കർമ്മ കർത്താരമനുഗച്ഛതി. നമ്മെ ഒരാൾ ദ്രോഹിച്ചു, കൊടും ക്രൂരതയാണ് ചെയ്തത്. പക്ഷേ ആ കർമ്മം ഒരുപക്ഷെ ആ ആളിൽ തന്നെ തിരിച്ചു ചെല്ലും എന്നത് തന്നെയാണ് ശരിക്കുമുള്ള തത്വം. പക്ഷെ ആ ആളോട് ക്ഷമിച്ചു കൊടുക്കുവാൻ നമ്മുടെ മനസ്സ് പരിപാകമാകണം. നമ്മുടെ മനസ്സ് അതിന് തുല്യ ദുഃഖം, സുഖ ദുഃഖത്തിൽ തുല്യമായിട്ട് കാണുവാൻ കഴിയണം. അതിന് നാമും പരിപാകമാകണം. എപ്രകാരമാണ് 1000 പശുക്കളുടെ ഇടയിലേക്ക് ഒരു പശുക്കിടാവിനെ അഴിച്ചുവിട്ടാൽ അത് ഓടിച്ചെന്ന് തൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നത്, അതേപോലെ ചെയ്യുന്ന ഏതു കർമ്മമായാലും അതിൻ്റെ കർത്താവിനെ തന്നെ ഏതു ജന്മത്തിലും പിന്തുടരും എന്നത് പ്രകൃതി നിയമം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ദുഃഖം ഉണ്ടായി വരും. പക്ഷേ സമത്വം യോഗ ഉച്യത്തെ, മനസ്സിന്റെ സമനിലയാണ് യോഗം. ഈ സമനില പ്രാപിക്കുവാൻ വളരെ വിഷമമാണെങ്കിൽ ശാസ്ത്രം, ഈ തത്വങ്ങള്, ഭഗവത് വചനങ്ങള് നമ്മെ അതിന് പ്രാപ്തരാക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. അനുഭവത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ് സത്സംഗങ്ങളെല്ലാം തന്നെ. മനസ്സിന് ശാന്തി ഉണ്ടായി വരിക, മനുഷ്യൻ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആചാര്യന്മാര് നേരത്തെ ചൊല്ലിയ ശ്ലോകത്തിലെ പോലെ 5 ഗകാരങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഗംഗ, ഭഗവാന്റെ പാദാംബുജങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചത്. പിന്നീട് ഗായത്രി, സവിതാവിനെ കുറിച്ചുള്ള മന്ത്രം. പിന്നീട് ഗഗനം, സൂക്ഷ്മമായ ആകാശം. ഗുരു, നമ്മുടെ അജ്ഞാനത്തിനെ നശിപ്പിച്ച് നമുക്ക് ജ്ഞാനം പകർന്നു തരുന്ന ദൈവം. നമ്മുടെ അജ്ഞാന തിമിരം ബാധിച്ച കണ്ണുകളെ ജ്ഞാന വെളിച്ചം കൊണ്ട് തുറപ്പിക്കുന്ന ദൈവം ഗുരു. ആത്മസമർപ്പണം, സമ്പൂർണമായിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് അറിയുന്ന ശിഷ്യനിൽ ആ ഗുരു കടാക്ഷം ചൊരിഞ്ഞാണ് ആ ഗുരു തത്വം പ്രകാശിപ്പിച്ചു തരുന്നത്. പിന്നീട് ഗീത, ഭഗവാന്റെ സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മുഖത്തു നിന്നുത്ഭവിച്ച ഭഗവത്ഗീത. ആ ഗീതയുടെ ധ്യാന ശ്ലോകങ്ങള് നമുക്ക് ഇന്ന് ഒരെണ്ണമെങ്കിലും തുടങ്ങാം. ആർക്കും തിരക്കില്ലാതെ കേൾക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗീതാ ധ്യാന ശ്ലോകങ്ങള് മധുസൂദന സരസ്വതി എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്.
ധ്യാന ശ്ലോകത്തില് ഗീതാമാതാവിനെ വന്ദിക്കുന്നു. അതേപോലെ വ്യാസഭഗവാനെ, അതേപോലെ കൃഷ്ണനെയും ഇതാ വന്ദിക്കുകയാണ്. അങ്ങനെ വന്ദിക്കുന്നത് ഇപ്പോൾ ധ്യാന ശ്ലോകങ്ങൾ എന്തിനു ചൊല്ലുന്നു എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ നാം നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് കുറച്ച് സമയം ഏകാന്തമായിട്ടിരുന്ന് നമ്മുടെ മനസ്സിൽ നാം നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാനെ കൊണ്ടുവന്ന് ഭഗവാനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ അന്ധക്കരണം ഏകാഗ്രമാകുന്നു. ഏകാഗ്രമായ ആ മനസ്സിലല്ലേ ഭഗവാനെ ഇരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് നന്നായിട്ട് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ധ്യാന ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം വായിക്കട്ടെ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഓം ബ്രഹ്മപ്രതീകമാണ്. ഭഗവതാ നാരായണേന, ഭഗവാനായ നാരായണനാൽ സ്വയം പാർത്ഥായ പ്രതിബോധിതം, അർജുനന് നേരിട്ട് ഉപദേശിക്കപ്പെട്ടതും പുരാണമുനിന വ്യാസേന, പുരാണമുനിയായ വ്യാസനാൽ മധ്യേ മഹാഭാരതം ഗ്രഥിതാം, മഹാഭാരതം എന്ന ആ കാവ്യത്തിന്റെ മധ്യത്തിൽ, അതായത് ഭീഷ്മപർവത്തില് ഉൾപ്പെടുത്തിയതും അദ്വൈതാമൃത വർഷിണിയും, അദ്വൈതമാകുന്ന അത് ബ്രഹ്മം തന്നെയാണ്, ആ അമൃതത്തെ വർഷിക്കുന്നതും ഭഗവതീം ഭഗമുള്ളവളും. ശ്രീമന്നാരായണീയം നന്നായിട്ട് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗം, ആ 6 ഗുണങ്ങളുടെ കൂട്ടം. ഏതൊക്കെയാണത്? ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ ഗുണങ്ങൾ സമ്പൂർണമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഈ ഗുണങ്ങളുടെ സമൂഹത്തെ ഭഗം എന്ന് പറയുന്നു. ആ ഭഗമുള്ള ആൾ ആരോ ആ ആൾ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി. അഷ്ടാദശാധ്യായിനിയും, 18 അധ്യായങ്ങളുള്ളതും ആയ ഭവദ്വേഷിണിയും, ഭവദ്വേഷിണിയും അതായത് സംസാര നാശിനിയുമായ അംബ, ഹേ അംബ, അല്ലയോ ഗീതാമാതാവേ, ഭഗവദ്ഗീതേ, അല്ലയോ ഗീതാമാതാവേ, അഹം ത്വാം അനുസന്ദധാമി, ഞാൻ അങ്ങയെ സദാ മനസ്സിൽ ധരിച്ചു കൊള്ളുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. പാർത്ഥന് വേണ്ടി കൊടുത്തത്. പം അർത്ഥേതി ഇതി പാർത്ഥ എന്നാണ് ആചാര്യൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ആര് പരമാത്മാവിനോട് അർത്ഥിക്കുന്നുവോ, അതായത് യാചിക്കുന്നുവോ, അവൻ പാർത്ഥൻ. പരമാത്മാവിനോട് എന്താണ് യാചിക്കുന്നത്? സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനം. സംസാര ദുഃഖം എന്താണ്? ജനനീ ജഠരേ ശയനം, പുനരപി ജനനീ ജഠരേ ശയനം. വീണ്ടും ജനിച്ചും മരിച്ചും ഉള്ള ആ ചക്രത്തിൽ വർത്തിക്കുകയാണ് ഏറ്റവും വലിയ ദുഃഖം. അതിൽ നിന്നുള്ള മോചനത്തിന്, ആത്മജ്ഞാനത്തിലൂടെ അതിൽ നിന്നുള്ള മോചനത്തിന് അനശ്വരനായിരിക്കുന്ന, നാശമില്ലാത്തവനായിരിക്കുന്ന, സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയാണ് യാചിക്കേണ്ടത്. അങ്ങനെ യാചിക്കുന്നവൻ ആരോ അവൻ പാർത്ഥൻ. അപ്പോ ആരൊക്കെ അങ്ങനെ യാചിക്കുന്നു അവൻ പാർത്ഥൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും അർജുനന്റെ പ്രതീകമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ശ്ലോകം ഒരു പ്രാവശ്യം വീട്ടില് ഇതേപോലെ ഓരോ വരിയായിട്ട് വായിച്ചു നോക്കുക, ചേർന്ന് വായിക്കുക, എന്നിട്ട് ചേർത്ത് വായിക്കുക. കഴിയുന്നതും ഈ സമയത്തിനകത്ത് കൂടുതൽ ശ്ലോകങ്ങൾ എടുക്കുവാൻ ശ്രമിക്കാം. ഇന്ന് ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, വിലയേറിയ നിർദ്ദേശങ്ങൾ തന്ന്
അനുഗ്രഹിക്കണം. നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം.